ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് നല്ല രുചികരമായിട്ട് കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. ബീഫിന് പകരം ചിക്കനോ മട്ടണോ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: ആദ്യം നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ബീഫ് 500 ഗ്രാം, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 1 തണ്ട്, വെള്ളം 1 കപ്പ്. ഇനി കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് കപ്പ 1 കിലോ, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, സവാള 1 വലുത്, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, തക്കാളി 1 വലുത്, വെള്ളം 1/2 കപ്പ്, പിന്നെ ചിരകിയ തേങ്ങ 1/2 കപ്പ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ സ്പൂൺ ഒന്നേ ഇടുന്നുള്ളെങ്കിലും ഇതിൻ്റെ അളവ് 1/2 ടീസ്പൂൺ ആണ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ കുക്കറിൽ 7 വിസിൽ വേണ്ടി വരും ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കപ്പ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കപ്പ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പം കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തോർത്തിയെടുക്കാം. ഇനി ഒരു പാൻ വയ്ക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ചെറിയ ഉള്ളി നല്ല ബ്രൗൺ നിറം ആയിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നല്ല ബ്രൗൺ നിറമായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ബീഫ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റം വരുത്താം. ഇപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമ്മുടെ ബീഫിൽ ഈ തക്കാളിയുടെയും സവാളയുടെയൊക്കെ ടേസ്റ്റ് കൂടി പിടിച്ചു വരും. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിൽ കപ്പയും കൂടെ നിൽക്കില്ല. വേവിച്ച കപ്പ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇതിലോട്ട് ഇടുന്ന ഭാഗം എൻ്റെ നിന്ന് പോയി. അപ്പോൾ നിങ്ങൾ തേങ്ങ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സർവ് ചെയ്യുന്ന ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതേ സ്റ്റൈലൊന്ന് കപ്പ ബിരിയാണി വെച്ച് നോക്കുക. ഞാൻ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂടി വേണമെങ്കിൽ ചേർക്കാം.
ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.